എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു 157ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഹരിശ്രീ PSC എന്നുള്ള ചാനലിലെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഒരു 2021 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുവിധം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം എന്നുള്ളതും അത് ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പറോളം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ PSCയിൽ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻഡീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 1678നും 1703നും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. ആൻസർ എന്താണ് വരിക? ആൻസർ സി ആണ്. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും നിങ്ങളുടെ ഓരോ കമൻറ്റും കാണുമ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് കുറയും തോറും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാതെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ. റഷ്യൻ വിപ്ലവം ലെനിൻ. മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ. ഫ്രഞ്ച് വിപ്ലവം ആർതർ വെല്ലസ്ലി. ഏതാണ് തെറ്റായ ജോഡി? ആൻസർ ബി ആണ്. 1ഉം 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ലോങ് വാക്ക് ടു ഫ്രീഡം, എ മെമ്മറി ഓഫ് സോൾഫെറിനോ, മെയിൻ കാംഫ്, മേ ഏർലി ലൈഫ്. എങ്ങനെയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നുള്ളത്? നെൽസൺ മണ്ടേല. നെക്സ്റ്റ് എന്താ വരിക? എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്നുള്ളത് ഹെൻറി ന്യൂഡൻ. നെക്സ്റ്റ് മെയിൻ കാംഫ് എന്നുള്ളത് ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. മേ ഏർലി ലൈഫ് എന്നുള്ളത് വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സോ അതിനു മുകളിലോ ഉള്ള സീനിയർ സിറ്റിസണ് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. ആൻസർ ഡി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഓൾ ഇന്ത്യ കിസാൻ സഭ. ആൻസർ എ ആണ്. അതായത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആദ്യം, പിന്നെ ഏതാണ്? ഇന്ത്യൻ അസോസിയേഷൻ, പിന്നെ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, പിന്നെ എന്താണ്? ഓൾ ഇന്ത്യ കിസാൻ സഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോദാവരി നദിയുടെ പോഷക നദി ഏത്? ആൻസർ ബി ശബരി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം? ആൻസർ സി കവറത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം? ആൻസർ എ ഷിപ്കില. ധ്രുവപ്രദേശങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏത്? ആൻസർ ഡി ധ്രുവീയ പൂർവ്വവാദങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആൻസർ സി അസം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായി നവറോജിയുടെ പുസ്തകം ഏത്? ആൻസർ സി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? ശ്രീ സുമൻ ബെറി ആണ് കേട്ടോ. ഇത് കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021 അതുകൊണ്ടാണ് ഇതിൽ ഓപ്ഷൻ ഇല്ലാത്ത.
ഇപ്പോഴത്തെ പഠിച്ചു വെക്കുക, ശ്രീ സുമൻ ബെറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ എ ആണ്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തെറ്റായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ 20 ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ട്. ശരിയായ പ്രസ്താവനകൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. പുതിയ സാമ്പത്തിക നയം ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായി. നബാർഡ് നിലവിൽ വന്നു. നീതി ആയോഗ്. ആൻസർ ബി ആണ് വരിക. അതായത് പുതിയ സാമ്പത്തിക നയം എന്നുള്ളത് 1991. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത് 1950. നബാർഡ് നിലവിൽ വന്നത് എന്നാണ് 1982. നീതി ആയോഗ് ഏതാണ്? 2015. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക. ആൻസർ ബി, പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ആൻസർ എ, ലോകസഭയും രാജ്യസഭയും ചേർന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തികളെ തിരിച്ചറിയുക. ആൻസർ ഡി, അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. ആൻസർ സി, നിയമത്തിനു മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും എന്നുള്ളതാണ് പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020-ന് NEP 2020 അംഗീകാരം നൽകിയ വർഷം. ആൻസർ സി, 2020 ജൂലൈ 29. കിഫ്ബിയുടെ പൂർണ്ണ രൂപം കണ്ടുപിടിക്കുക. ആൻസർ ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയുക. ആൻസർ സി, മൃതസഞ്ജീവനി മോഹൻലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം കണ്ടുപിടിക്കുക. ആൻസർ എ, 1998 ഡിസംബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുസിരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏതു ജില്ലകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു? ആൻസർ ബി, എറണാകുളം, തൃശൂർ. മനുഷ്യരിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ആൻസർ ബി, ശ്വാസകോശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏത്? ആൻസർ സി, കോൺ കോശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? ആൻസർ എ, കുഷ്ഠരോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആൻസർ ഡി, കരൾ. മനുഷ്യനിൽ വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമേത്? ആൻസർ എ, നിശാന്തത. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? ആൻസർ ബി, ഫെർമി. മഴവില്ല് ഉണ്ടാകുന്നത് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? ആൻസർ സി, അപവർത്തനം, ആന്തര പ്രതിപതനം, പ്രകീർണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര്? ആൻസർ എ, EOS-03. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയിലെ pH മൂല്യം? ആൻസർ ബി, കുറയുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഡി, സൾഫ്യൂരിക് ആസിഡ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ആൻസർ എ, ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏവ? സാഹിത്യലോകം, സാഹിത്യ വിമർശനം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ആൻസർ ഡി ആണ്. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എന്ന ആത്മകഥ എഴുതിയത്? ആൻസർ എ, NN പിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം? ആൻസർ ഡി, സുവർണ ചകോരം. മാരിയപ്പൻ തങ്കവേലു ഏതു മേഖലയിൽ അറിയപ്പെടുന്നു? ആൻസർ സി, സ്പോർട്സ്. 2021 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആരെ? ആൻസർ എ, എമ്മ റഡുകാനു. താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത്? ആൻസർ സി, ബാർകോഡ് റീഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആൻസർ ഡി, ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന്. കേബിൾ TV ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ ബി, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ്? ആൻസർ ബി, twitter.com. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത്? ആൻസർ ബി, രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഡി, വിവാഹമോചനം. കേരള സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ? ഇപ്പോഴത്തെ കേരള സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായരാണ് കേട്ടോ. വി ഹരിനായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി? ആൻസർ സി, 60 വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത്? ആൻസർ ഡി, ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.